മതസൗഹാർദ്ദമാണ് മുഖമുദ്രയെന്ന് ടി.വി.കെ അധ്യക്ഷൻ വിജയ്. ടി.വി.കെയുടെ ക്രിസ്മസ് ആഘോഷത്തിലാണ് പരാമർശം. ഒരു നക്ഷത്രം പിറക്കും, ആ നക്ഷത്രം വഴി നടത്തുമെന്നും വിജയ് പറഞ്ഞു. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഇതൊരു വളരെ പ്രാധാന്യം കൂടിയുണ്ട്. വിജയ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഈ റോഡിൽ തുടങ്ങി. ഇപ്പോൾ അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് രാഷ്ട്രീയം പറഞ്ഞില്ലേ അദ്ദേഹം? സ്മിത, പരമാവധി ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് തന്നെയാണ് വിജയ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായ എല്ലാ യൂണിറ്റുകളിലും സംഘടിപ്പിക്കണമെന്നുള്ളൊരു ആഹ്വാനം വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് കൂടാതെയാണ് ഇന്നിപ്പോൾ മഹാബലിപുരത്തെ സ്വകാര്യ ഹാളിൽ വെച്ചാണ് തിരഞ്ഞെടുക്കപ്പെട്ട വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അവിടെ പങ്കെടുത്തത്. വിവിധ സഭകളിലെ അധ്യക്ഷന്മാർ, പുരോഹിതന്മാരൊക്കെ അവിടെ എത്തിയിരുന്നു. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്. അവിടെ വെച്ചാണ് വിജയ് ഇത്തരം ചില ഈ ബൈബിൾ വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത്. വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരാൾ വളർന്നു വരികയും അദ്ദേഹം പിന്നീട് ഒരു നാടിനെ ഭരിക്കുകയും ചെയ്ത കഥ അല്ലെങ്കിൽ അത്തരം വചനങ്ങൾ ബൈബിളിലുണ്ട്. ആ രീതിയിലൊക്കെയാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു. ഒരു നക്ഷത്രം പിറക്കുമെന്നും ആ നക്ഷത്രം നമുക്ക് എല്ലാവർക്കും വഴികാട്ടിയാകുമെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ പറയാതെ ബൈബിളിലെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയം പറയുകയും ചെയ്യുന്നുണ്ട്. വിജയ് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമായിരുന്നു ആ ഒരു ഹാളിൽ ഉണ്ടായിരുന്നത്. അവർക്കെല്ലാം വിജയെ കാണാൻ അല്ലെങ്കിൽ വിജയെ കാണാനും വിജയെ കേൾക്കാനും എത്തിയ ആളുകൾ തന്നെയായിരുന്നു. എല്ലാവർക്കും മധുരമൊക്കെ നൽകിയാണ്. കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ നൽകിയാണ് എന്തായാലും ആ ഒരു പരിപാടി ഇപ്പോൾ അല്പസമയം മുമ്പ് അവസാനിച്ചിട്ടുള്ളത്. കൃത്യമായ രാഷ്ട്രീയം, അത് ബൈബിളിലെ വാചകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയവും വിജയ് ചടങ്ങിൽ പറയുകയുമുണ്ടായി. സ്മിത, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.